ആഡംബരപൂർണമായ ജീവിതം, എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച, ജീവിത പുരോഗതി, ജീവിത നിലവാരം മെച്ചപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒക്കെ വിജയിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പുരോഗതി നേടുക, നല്ല രീതിയിലുള്ള സാമ്പത്തിക ലഭ്യത നേടിയെടുക്കുക, വിജയങ്ങൾ, നമുക്ക് എപ്പോഴും നല്ല നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് നമുക്ക് വിഷു ഒക്കെ ഇങ്ങനെ എത്തി. അപ്പോൾ വിഷുഫലങ്ങൾ ഒന്ന് നോക്കാം അല്ലേ, നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് വൃശ്ചിക കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട വരുന്ന ഈ കൂറുകാർക്ക് കുറച്ച് സമയം മോശവും ഒക്കെ ആയിരുന്നു അല്ലേ, കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇനി സന്തോഷമുള്ള വളരെ നല്ല സമയങ്ങളൊക്കെയാണ് മുന്നിലേക്ക് വരുന്നത്. ആഡംബരപൂർണമായ ജീവിതം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച, ജീവിത പുരോഗതി, ജീവിത നിലവാരം മെച്ചപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒക്കെ വിജയിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പുരോഗതി നേടുക, നല്ല രീതിയിലുള്ള സാമ്പത്തിക ലഭ്യത നേടിയെടുക്കുക, വിജയങ്ങൾ, നമുക്ക് എപ്പോഴും നല്ല നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. തൊഴിൽ ലാഭം, ജോലിയില്ലാതെയൊക്കെ വിഷമിച്ച് ബുദ്ധിമുട്ടി ഇനി എന്ത് ചെയ്യും, ജോലിക്ക് എന്താ ചെയ്യുക, എങ്ങനെ ജോലി കിട്ടും എന്നൊക്കെ വിഷമിച്ച് നടന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രമിച്ചാൽ ഈ വർഷം ജോലി കിട്ടും. ജോലിയിൽ ഇരിക്കുന്നവർ പ്രത്യേക ഒരു ശ്രദ്ധ കൂടി വേണം കേട്ടോ. എടുത്തുചാട്ടം കൊണ്ട് ആ ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെയുള്ള പ്രവൃത്തി കൊണ്ടോ ചിന്തിക്കാതെയുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഉള്ള ജോലി നമുക്ക് നഷ്ടമാവാനും സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന വർഷമാണ്. കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളും നിഷ്ഠകളും പഠന രീതികളും കൊണ്ട് നല്ല രീതിയിലുള്ള മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ആരോടും പെട്ടെന്ന് നമ്മൾ പ്രകോപിച്ച് നമ്മളൊന്നും സംസാരിക്കാതിരിക്കുക, എടുത്തു ചാടി പറയാതിരിക്കുക, എല്ലാവരോടും ക്ഷമയോടുകൂടി പെരുമാറുക, സ്വന്തം വളർച്ചയുടെ മാനദണ്ഡങ്ങളെ നമ്മൾ തന്നെ മുറുക്കി പിടിച്ച് ആത്മീയവും സത്യസന്ധവുമായ ജീവിത രീതി കൊണ്ട് നമുക്ക് വിജയങ്ങളും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. പരീക്ഷ ഉള്ള കുട്ടികളൊക്കെ നല്ല രീതിയിൽ കൃത്യമായി നിഷ്ഠയോടെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ വിജയിക്കാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും കേട്ടോ. നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, വിജയിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല, നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. വിദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനും നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളെ സമ്പാദിക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. നാട്ടിലുള്ളവർക്കാണെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല ജോലികൾ ലഭിക്കാനും ആ ജോലിയിൽ നിന്ന് നല്ലൊരു ഇൻകം നമുക്ക് നേടിയെടുക്കാനും അതുവഴി നമുക്ക് സാമ്പത്തികമായ നല്ല പുരോഗതികൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, വിവാഹം താമസിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ വർഷം നമ്മൾ കൂടുതൽ സാധ്യതകൾ വിവാഹം നടക്കുന്നതിനും അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർ പ്രത്യേകം ഒരു കരുതലോട് കൂടി അന്വേഷിക്കുകയും അത് വേണമെന്ന് ആഗ്രഹിച്ച് തന്നെ അന്വേഷിക്കുകയും നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് കേട്ടോ. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അധികം പ്രസക്തി കൊടുക്കാതിരിക്കുക. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞാൽ അനുസരിക്കരുതെന്നല്ല, നമ്മളെ വലിയ പരിചയമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ നമുക്ക് ഒരു സുഹൃത്ത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായും നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ ധരിക്കരുത്. ചെറിയ ചെറിയ അബദ്ധങ്ങൾ അവർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്നത് നല്ലതാണ് എങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. പറയുന്നത് അതേപടി അതിപ്പോൾ വീട്ടിലുള്ളവരാണേലും നമ്മുടെ സുഹൃത്തുക്കളാണേലും ആരറിയുന്നവരാണേലും ആ സംഭവം നമ്മൾ അപ്ലൈ ചെയ്താൽ എങ്ങനെയാവും നമ്മുടെ വിജയം,
അല്ലെങ്കിൽ നമുക്കത് അറിയാമോ, നമ്മളത് ചെയ്താൽ വിജയിക്കുമോ, അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് നേട്ടം ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മാത്രമേ നമ്മളതിന് ഇറങ്ങാവുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് നേട്ടത്തിലുപരി വൻ കോട്ടങ്ങളായിരിക്കും സംഭവിക്കുക കേട്ടോ. ഇനി അറിയില്ലാത്തൊരു കാര്യമാണെങ്കിലും പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, പഠിച്ചിട്ട് നമ്മൾ ചെയ്യുക എങ്കിലാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ കൂട്ട് ബിസിനസ് അല്ലെങ്കിൽ പങ്കാളിത്തമായ പരിപാടികൾക്കൊന്നും അധികം നിൽക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് ചിലപ്പം സാമ്പത്തികമായ നഷ്ടങ്ങളും വിഷമതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാം. ജോലിയിൽ സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് കൃത്യമായിട്ട് ഇപ്രാവശ്യം അതിനു വേണ്ടി ശ്രമിച്ചാൽ കുറച്ച് നമ്മൾ നടക്കേണ്ട വരുമെന്നേ ഉള്ളൂ. എങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് നടത്തി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭൂസ്വത്തുകൾ കൈവശം വന്നു ചേരുക, അല്ലെങ്കിൽ ഭൂമി ലാഭം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നമുക്ക് നിക്ഷേപങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഒരു പക്ഷേ എന്തെങ്കിലും കൃഷി ആദായങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ നമ്മളായിരിക്കില്ല നട്ടത്, പക്ഷെ അതിൻ്റെ വരുമാനം നമുക്ക് എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ കിട്ടുക. ഇപ്പോൾ ചിലപ്പോൾ പിതൃസ്വത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങുന്നതാവാം. ഇപ്പോൾ വേറൊരാൾ നട്ടായിരിക്കുമല്ലോ നമ്മൾ വാങ്ങുക, അപ്പോൾ അങ്ങനെയും ആവാം, അല്ലെങ്കിൽ പിതൃസ്വത്താവാം. നമ്മൾ അധ്വാനിക്കാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പൈസയൊക്കെ നമുക്ക് അനുഭവത്തിൽ വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, വാഹനം ഒക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അസമയത്തുള്ള ഡ്രൈവിങ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വാഹന യോഗം ഉണ്ട്, വാഹനം കൊണ്ട് ധനം ഉണ്ടാക്കാനും യോഗമുള്ള ഒരു നക്ഷത്രം സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇപ്പോൾ വാഹനമൊക്കെ വണ്ടി ഓടിച്ച് ടാക്സിയൊക്കെ ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് അനുകൂലമായ സമയമാണ്. ധാരാളം വർക്ക് ലഭിക്കുന്നതിനും അതുവഴി ധാരാളം ധനം പ്രാപ്തമാകുന്നതിനും അതിൽ കൂടി നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം നേടുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയാവുന്നത്, നമ്മുടെ പങ്കാളികൾ വഴിയുള്ള നേട്ടം, അല്ലെങ്കിൽ അവരുടെ ഭൂസ്വത്തുകളോ അല്ലെങ്കിൽ അവർ മുഖാന്തരം ധനമായ നേട്ടങ്ങളോ ദ്രവ്യ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. ആലോചനയില്ലാത്ത പ്രവൃത്തി കൊണ്ട് നമുക്ക് എടുത്തു ചാടി ദുഃഖിക്കാനുള്ള ഇട വരുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ആദ്യവും പറഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. മനസ്സമാധാനം എന്ന് പറയുന്നൊരു വസ്തു നമ്മുടെ കയ്യിലാണുള്ളത്. അത് മറ്റൊരാളുടെ കയ്യിലുണ്ട് അതിൻ്റെ കീ കൊടുത്തിട്ട് നമ്മൾ വിഷമിക്കാനുള്ള ഒരിട വരരുത്. പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറുകാർ, എല്ലാവരോടുമുള്ള അമിത വിശ്വാസം നിമിത്തം നമ്മുടെ എല്ലാ മനസ്സിൻ്റെ ഐഡിയകളും നമ്മൾ വേറൊരാളെ ചെന്ന് ഏൽപ്പിച്ച് അവിടെ ഭദ്രമാണെന്ന് വിചാരിച്ചിട്ട് സുഖമായി വന്നിരുന്ന് ഉറങ്ങാൻ വരട്ടെ. നമ്മുടെ തീരുമാനങ്ങൾ എന്താണോ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ, അത് നമ്മൾ മാക്സിമം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി അവർ ചെയ്തോളും എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ വെറുതെ മെനക്കെടാൻ നിൽക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ 100% ആത്മാർത്ഥതയോടെ ആയിരിക്കാം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്ന അത്രയും ഒരു സക്സസ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ആരെയും വില കുറച്ച് കാണാതിരിക്കുക. എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക. വിവാഹമൊക്കെ പുതുതായിട്ട് നടക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വിവാഹ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആലോചിച്ചിട്ട് നടത്താവുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്നുള്ള പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റുകളുടെയൊക്കെ ഭരണ ചുമതല അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനത്തേക്കൊക്കെ എത്തുവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ നക്ഷത്രക്കാർക്ക്. നൃത്തം, അതുപോലെ തന്നെ കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ, അലങ്കാരപ്പണികൾ, അങ്ങനെ കലാരംഗത്ത് പല മേഖലയിൽ നിൽക്കുന്നവർക്ക്, അഭിനയം, പല പല മേഖലകളുണ്ടല്ലോ, അഭിനയത്തിൻ്റെ പല പല മേഖലകളിൽ നിൽക്കുന്നവർക്ക് വിജയ യോഗമുണ്ട്. ചിത്രരചന, കലാരചനകൾ, അല്ലെങ്കിൽ പുസ്തകം എഴുതുന്നവർ, സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ഈ നക്ഷത്രക്കാർക്കും വിജയം കൊണ്ടാണ് ഈ വിഷുവിൻ്റെ ഒരു വരവുള്ളത്. അപ്പോൾ ഈ വിഷു പൊതുവിൽ നല്ല നല്ല ഫലങ്ങളുമായിട്ടാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ, ഒരു വിഷമം തോന്നിയാൽ, നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടെന്ന് പറയണത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മം അഭിഷേകം നടത്തുക, അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുക, അല്ലെങ്കിൽ ദുരിതങ്ങൾ മാറാനായിട്ട് ഓരോ ക്ഷേത്രത്തിലും പല വഴിപാടുകളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ അന്വേഷിച്ചിട്ട് അവിടുത്തെ പ്രധാന വഴിപാട് എന്താണോ അത് നമ്മൾ ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ദോഷവശങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവാനുള്ള ചാൻസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവിൽ വളരെ നല്ല അനുകൂല ഫലങ്ങളും ഗുണദായകമായ നേട്ടങ്ങളും ഒക്കെ തന്നെയാണ് ഈ വൃശ്ചികക്കൂറുകാർക്കുള്ളത്. തൊഴിൽ പുരോഗതി, ധനനേട്ടം, മനസ്സുഖം, ആത്മസന്തോഷം,
ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്കുണ്ട്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ 1-2 നെഗറ്റീവ് വരുന്നത് വലിയ ബാധകമൊന്നും അല്ലെന്നേ. അത് നമ്മളങ്ങ് മൈൻഡ് കൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഞാനിതിനൊക്കെ അങ്ങ് ഓവർകം ചെയ്യുന്നു അങ്ങ് ചിന്തിച്ച് മുന്നോട്ടിറങ്ങിയാൽ ഇതിനെയൊക്കെ നമ്മൾ എപ്പോൾ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചാൽ പോരെ. അതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല, വലിയ സങ്കടങ്ങളൊന്നും വരാത്ത രീതിയിൽ ഈശ്വര പ്രാർത്ഥന കൊണ്ടും നമ്മുടെ നിഷ്ഠ കൊണ്ടും നമുക്കിതിനെ അങ്ങ് ഓവർകം ചെയ്ത് വിജയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ എല്ലാവർക്കും വിഷു ആശംസകൾ, എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അതുപോലെ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയും നന്ദി, നമസ്കാരം.